ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX/UI Mania. നമുക്കറിയാം, യൂസർ ഇൻ്റർഫേസ് ഡിസൈനേഴ്സിന് ഇന്നത്തെ കാലത്ത് ഒരു വയർ ഫ്രെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഡിസൈനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. കൺവേർട്ട് ചെയ്യുക മാത്രമല്ല, ആ കൺവേർട്ട് ചെയ്യുന്ന ഡിസൈനെ, ആ വിഷ്വൽ ഡിസൈനെ നമ്മൾ അനിമേറ്റൊക്കെ ചെയ്ത് അതിന് പ്രോട്ടോടൈപ്പൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ലിങ്ക് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കസ്റ്റമർക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പണ്ടൊക്കെ ഒരു 7-8 വർഷത്തിന് മുമ്പെയൊക്കെ ഒരു ഡിസൈൻ, ഒരു ഹോം പേജ് വെബ്സൈറ്റിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലോ മറ്റും ചെയ്തിട്ട് അതിൻ്റെ JPG ഫയലൊക്കെ അയച്ചു കൊടുക്കാറായിരുന്നു പതിവ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കിട്ടുന്ന ആൾക്കാർ അത് ഓപ്പൺ ചെയ്യുന്നത് ബ്രൗസറിലാണോ അതോ വിൻഡോസിൻ്റെയോ മറ്റോ വ്യൂവറിലാണോ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് അവർ കാണുന്നതെന്നൊക്കെ ഉള്ള കുറേ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് അഡോബ് XDയും ഫിഗ്മയൊക്കെ രംഗത്ത് വന്നതോടുകൂടി അതിൻ്റെ ഒരു ഭയങ്കരമായൊരു മാറ്റമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായത്. എനിവേ, നമുക്കൊരു വയർ ഫ്രെയിം ഇതുപോലെ കിട്ടുന്നു. ആ ഒരു വയർ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ റിസർച്ചൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ പേപ്പറിലും പേനയിലൊക്കെ കുറേ സ്ക്രിബിളൊക്കെ ചെയ്ത് നല്ലൊരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഇതുപോലെ ഒരു അത്യാവശ്യം ലൈൻസൊക്കെ ഇട്ടുകൊണ്ട് കസ്റ്റമറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വയർ ഫ്രെയിം ഉണ്ടാക്കും. ആ ഒരു വയർ ഫ്രെയിമിനെ നമ്മൾ അതിനുശേഷം വിഷ്വൽ ഡിസൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വയർ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ സ്കെൽട്ടൺ ആണ്. ആ ഒരു സ്കെൽട്ടൻ്റെ ഒരു സ്റ്റൈല് പരിപൂർണമായിട്ട് നഷ്ടമാകരുത്. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ആ വയർ ഫ്രെയിമിൽ നിന്നും വളരെ വ്യത്യസ്തമായ നല്ലൊരു വിഷ്വൽ അപ്പീൽ കിട്ടുകയും വേണം. അതാണ് ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനറുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ, ഒരു വയർ ഫ്രെയിമിനെ എങ്ങനെയാണ് വിഷ്വൽ ഡിസൈനാക്കി മാറ്റുന്നത്, ആ ഒരു ഡിസൈൻ വിഷ്വൽ ഡിസൈനാക്കി മാറ്റുക മാത്രമല്ല, വിഷ്വൽ ഡിസൈനാക്കി മാറ്റിയതിന് ശേഷം അതിനെ എങ്ങനെ നമുക്കൊരു പ്രീലോഡർ അപ്ലൈ ചെയ്യാം. പ്രീലോഡർ അപ്ലൈ ചെയ്തുകൊണ്ട് ആ പ്രീലോഡർ കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഹോം പേജ് ഇതുപോലെ അനിമേറ്റ് ചെയ്ത് ഓരോ എലമെൻറ്റ്സുകളും വന്നു നിൽക്കുന്നത്. വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഓരോ എലമെൻറ്റ്സുകളും എങ്ങനെയാണ് അനിമേറ്റ് ചെയ്യുന്നത്. അതായത് ഞാനിവിടെ വന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ എങ്ങനെയാണ് ആ ബാനർ ഇമേജ് ചേഞ്ച് ചെയ്യുന്നത്, ബാനറിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ഹെഡിങ് ടെക്സ്റ്റ് ചേഞ്ച് ആകുന്നത്, ആ നമ്പർ ചേഞ്ച് ആകുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഒരു പ്രീലോഡർ വർക്ക് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ഓരോ ട്രാൻസിഷൻസുകളും ഓരോ മൈക്രോ ഇൻട്രാക്ഷൻസുകളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു പ്രോട്ടോടൈപ്പിനെയാണ് നമ്മൾ ഇന്നൊരു URL ആക്കിക്കൊണ്ട്, അഥവാ ഒരു ഷെയറബിൾ ലിങ്ക് ആക്കിക്കൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ഇതിൻ്റെ ഓരോ മെനൂസിൽ വരുമ്പോൾ മൗസ് ഓവർ വരുമ്പോൾ ഉള്ള കളറ്, അതുപോലെ തന്നെ ഓരോ എലമെൻറ്റ്സിൽ മൗസ് ഓവർ വരുമ്പോൾ ഉള്ള കളറ്, ഒരു പോപ്പപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പോപ്പപ്പ് വീഡിയോ മറ്റോ ഷോ ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ആയി പോകുന്നത്. ഇതുപോലെ ഒരു വെബ്സൈറ്റ് കാണുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ പ്രോട്ടോടൈപ്പും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിന്നിങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വയർ ഫ്രെയിമിനെ ഒരു ഡിസൈനായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഒരു പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മണിക്കൂർ വേണം ഇത് ഇത്രത്തോളം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും നീണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് അത്ര നീണ്ട ഒരു പ്രോസസ്സിനെ നമ്മൾ ഒരു പ്രീമിയം ഓൺലൈൻ ഒരു ട്യൂട്ടോറിയൽ സെറ്റപ്പിലേക്ക് നമ്മൾ ചെറുതായിട്ട് മാറുകയാണ്. അതായത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോകൾ നമ്മളൊരു പ്രീമിയം വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ അതൊരു പ്രീമിയം വീഡിയോസ് ആയിട്ട് ചെറിയൊരു എമൗണ്ടിൽ സെല്ല് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വിത്ത് UX/UI Mania എന്നാണ് ആ ഒരു ഡൊമൈൻ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ കോഴ്സുകളൊന്നുമില്ല. അതിനകത്ത് നമ്മളിപ്പോൾ ഈ കാണിച്ച ഒരു വീഡിയോയുടെ ട്യൂട്ടോറിയലിൻ്റെ കോഴ്സുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 2-3 കോഴ്സുകൾ പോലെ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഇപ്പോൾ ഉള്ളൂ. ഇതൊക്കെ തന്നെ ചില ഡൗൺലോഡബിൾ ഫയൽസുകളാണ്. ചെറിയ നമ്മുടെ ഗ്രിഡിൻ്റെയും അല്ലെങ്കിൽ ചെറിയ റെസ്യൂമയുടെയൊക്കെ ചില ഫോർമാറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള 1-2 ഡൗൺലോഡബിൾ ഫോർമാറ്റും ഇട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു വീഡിയോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ വയർ ഫ്രെയിമിൽ നിന്ന് വിഷ്വൽ ഡിസൈൻ ഉണ്ടാക്കുന്ന ഒരു എൻ്റയർ പ്രോസസ്സാണ്. അതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടുകളൊന്നുമില്ല. ആ ഒരു എമൗണ്ടിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് അതിൻ്റെ മൗസ് ഓവർ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇൻട്രാക്ഷൻ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു റിയൽ ആയിട്ടൊരു ഫ്ലോ ഉണ്ട്. ആ ഒരു ഫ്ലോ ഫുള്ളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടെ ഞാനൊരു വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇവിടെ വന്ന് ആഡ് ടു കാർട്ട് കൊടുക്കുന്നു. ഇവിടെ ആയിട്ട് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ കാർട്ടിൽ വരുന്നു. അതിനുശേഷം ചെക്കൗട്ട് കൊടുക്കുന്നു. ചെക്കൗട്ട് കൊടുത്താൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും കൊടുത്തുകൊണ്ട് നിങ്ങളൊരു പാസ്വേഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഡമ്മി ഒരു നെയിം വെച്ചുകൊണ്ട് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് ഇതിൻ്റെ ബില്ലിംഗ് ഡീറ്റെയിൽസും മേക്ക് പേയ്മെൻറ്റ് സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതിന് പേ ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ പേയ്മെൻറ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ആയിട്ട് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ പേ ചെയ്യാം, അതായത് UPI വെച്ചിട്ടോ നിങ്ങൾക്ക് മറ്റേ ഇൻ്റർനെറ്റ് ബാങ്കിങ് വെച്ചുകൊണ്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപോലുള്ള രീതിയിൽ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ലോഗിൻ ആയിട്ടുള്ള ഒരു പേജിലേക്ക് പ്രവേശിക്കും. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സക്സസ്ഫുൾ പേജിലേക്ക് പോകും. അതിനുശേഷം ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് ഇതുപോലെ ഒരു പേജിലേക്കാണ്. ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഓരോ ട്യൂട്ടോറിയൽസുകളും ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ഇതിനകത്ത് ഏകദേശം 1, 2, 3, 4 ചാപ്റ്ററായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് മുതൽക്ക് തന്നെ ഇവിടുന്ന് ചാപ്റ്റർ 1 ഇവിടെ കാണാം, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 എന്നൊക്കെ പറഞ്ഞ് ലെഫ്റ്റിൽ കിടപ്പുണ്ട്. അത് ഇവിടെ വന്ന് നിങ്ങൾക്ക് സാധാരണ പ്ലേ ചെയ്യുന്ന പോലെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ താഴെയായിട്ട് ഞാനിവിടെ ഇതിൻ്റെ വയർ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് വയർ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യാം. ആ ഹോം പേജിൻ്റെ ഒരു JPG ഡിസൈൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിലൊക്കെ ഉപരി ഈ ഡിസൈൻ ചെയ്ത ഫിഗ്മ ഫയൽ .fig ഫോർമാറ്റിൽ, അതായത് ഫിഗ്മ ഫയൽ ഫോർമാറ്റിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ നിങ്ങൾക്ക് അതിൻ്റെ കോമ്പണൻസ് ഒക്കെ എടുത്ത് മറ്റ് ഡിസൈൻസുകൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് കമൻസുകൾ മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ട്യൂട്ടോറിയലുകൾ ഇതുപോലെ വളരെ റെയറായിട്ട് കുറച്ച് പ്രീമിയം ട്യൂട്ടോറിയൽസുകളും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസുകൾ ഓരോന്നും കണ്ട് ഇതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, ഇതിലെ ഫയൽസുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു കരിയർ ഡെവലപ്മെൻറ്റിന് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കോഴ്സുകൾ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമെന്നും അത് നിങ്ങൾ കണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്യൂട്ടോറിയൽ പർച്ചേസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ലിങ്കിൽ വന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങളുടെ സ്വന്തം സമയം അനുസരിച്ചിട്ട് കണ്ട് മനസ്സിലാക്കാൻ സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു പുതിയ ഈ ഒരു പ്രീമിയം ട്യൂട്ടോറിയൽ കോൺസെപ്റ്റ് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കിടയിലും കൂടെ ഒന്ന് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കേണ്ട. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.